ഞാൻ ഇന്നിവിടെ നല്ലൊരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരുന്നു. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണല്ലോ ബീറ്റ്റൂട്ട് പച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ഞാനതിനായിട്ടിവിടെ നല്ല 2 ഫ്രഷ് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ബീറ്റ്റൂട്ട് വേണം എപ്പോഴും നമ്മൾ എടുക്കാനായിട്ട്. നല്ലത് ഇതുപോലെ നല്ല കളറുള്ളത് എടുക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് കഴുകിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. ഞാനിത് ആദ്യം അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ബീറ്റ്റൂട്ട് പച്ചടി വെക്കാനെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പച്ചടി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിലാണ് ഇവിടെ പച്ചടി വെക്കുന്നത്. നിങ്ങളിതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. ഇതെല്ലാം ഇനി ഞാനൊന്ന് തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് മുറിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് പച്ചടിയെ. ഞങ്ങൾക്കിവിടെ വെള്ളരിക്ക ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പച്ചടി വെക്കാൻ നേരത്ത് ഈ ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ലോക്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ പച്ചടി വെക്കുന്നത്. നാട്ടിൽ നമ്മൾ വെള്ളരിക്ക കൊണ്ട് പച്ചടി വെക്കും. പക്ഷേ വെള്ളരിക്ക ഞങ്ങൾക്കിവിടെ കിട്ടത്തില്ല. ബീറ്റ്റൂട്ട് ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ലോക്കി കൊണ്ട് ചെയ്യുന്നത്. കുമ്പളങ്ങ കിട്ടത്തില്ല, വെള്ളരിക്ക കിട്ടത്തില്ല. അങ്ങനെ ചില സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. പിന്നെ കിട്ടുന്നത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റർ വെച്ച് ചെറിയ ഇതിൽ വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അധികം വലിപ്പം ഉണ്ടാകാതെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഹിന്ദിക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർക്ക് ബീറ്റ്റൂട്ട് കിട്ടിയാൽ അവർ സലാഡിനകത്ത് ചേർക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലെ അവർക്ക് പച്ചയ്ക്ക് കഴിക്കാമെന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അല്ല ബീറ്റ്റൂട്ട് കൊണ്ട് പ്രത്യേകം ഒരു കറികളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് തോരൻ വെക്കാം, മെഴുക്കുവരട്ടി വെക്കാം, ഇതുപോലെ പച്ചടി ഉണ്ടാക്കാം, പിന്നെ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് അച്ചാറുണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മലയാളികൾ ചെയ്തെടുക്കും. പക്ഷേ ഹിന്ദിക്കാർക്ക് അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് ഈ പച്ചയ്ക്ക് മുറിച്ചിട്ട് കഴിക്കാൻ വേണ്ടി മാത്രമേ അറിയത്തുള്ളൂ. ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ളം അധികം കൂടി പോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. ഞാൻ ആദ്യം ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ മതി. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതോടൊപ്പം ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് വെന്ത് കിട്ടി. ഇത് വെള്ളം മൊത്തം പറ്റിപ്പോകണം. അതുവരെ നമുക്കത് പറ്റിച്ചെടുക്കണം. ഇതുപോലെ ബീറ്റ്റൂട്ടെല്ലാം വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാക്കൂട്ട് അതിനകത്ത് ബീറ്റ്റൂട്ടിനകത്തൊക്കെ പിടിച്ച് കിട്ടുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്. നിങ്ങളിതുപോലെ വെട്ടി തയ്യാറാക്കി നോക്കുക. ഓരോരുത്തരുടെയും മെത്തേഡ് വേറെ വേറെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ട തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് സ്പൂണ് കൊണ്ടൊന്ന് ജസ്റ്റ് കറക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സിയിൽ അടിക്കരുത്. മിക്സിയിലെടുത്ത് അടിച്ചു കഴിയുമ്പോൾ
അത് വെള്ളം പോലെ ആയിക്കഴിയും. അതുകൊണ്ട് മിക്സിയിലടിക്കാതെ സ്പൂൺ കൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ബീറ്റ്റൂട്ടിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് തീ ഓഫാക്കി വെച്ചതിന് ശേഷം വേണം ഇത് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാനടുപ്പിൽ വെച്ചതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുത്തത് 2-3 വറ്റൽമുളക്, അതോടൊപ്പം കുറച്ച് കറിവേപ്പില മാത്രം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച ബീറ്റ്റൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം പിന്നെ അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.